ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ടും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗണേശൻ നിമജ്ജനം. വിനായക ചതുർത്ഥി എന്നൊക്കെ പറയും. വിനായകനെ കൊണ്ട് ഗണേശനെ കൊണ്ട് നദിയിൽ ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു ഉത്സവമാണ് ഇവർ ആഘോഷിക്കുന്നത്. ഇതെല്ലാ വർഷവും സെപ്റ്റംബർ മാസങ്ങളാണ് ആഘോഷിക്കുന്നത്. ശരിക്കും ഒരാഴ്ച മുമ്പേ തന്നെ ഒരു ഗണേശനെ കൊണ്ട് പ്രത്യേക വലിയ സ്റ്റേജൊക്കെ കെട്ടി ആ സ്റ്റേജിൽ കൊണ്ട് ഗണേശനെ പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരൊത്തുകൂടി പൂജയും പാട്ടുകളും അതുപോലെ തന്നെ അന്നദാനവും ഭക്ഷണവുമൊക്കെയാണ് കൊടുത്ത് അവർ എന്നും പ്രാർത്ഥനയും. അത് ഇങ്ങനെ ഒരാഴ്ചത്തോളം നീണ്ടു പോകുന്നു. അതിനുശേഷം ഒരു പ്രത്യേക ദിവസം എല്ലാവരും കൂടെ ഡിക്ലെയർ ചെയ്യും. ഒത്തിരി ഗണേശനുണ്ട് പല സ്ഥലങ്ങളിൽ, പല ഏരിയകളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഗണേശനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടെ ഒരു പ്രത്യേക അനൗൺസ്മെൻറ്റ് നടത്തി പ്രത്യേക ഒരു ദിവസം തീരുമാനിച്ച് ആ ദിവസങ്ങളിലാണ് ഗണേശനെ നിമജ്ജനം ചെയ്യുന്നത്. ഗണേശനെ സ്റ്റേജിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലഡുവും ചെറിയ ലഡുവും ഗണേശൻ്റെ ഈ പൂജാ സമയങ്ങളിൽ നേരത്തെ തന്നെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ലഡു അവർ ഓപ്ഷൻ ചെയ്യും. അതായത് ആ ലഡു അവർ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ലേലം വിളിക്കും. അപ്പം ലേലം വിളിച്ചിട്ട് വലിയ തുകയ്ക്ക് ആരെടുക്കുന്നു അവരിൽ നിന്ന് ഈ തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 50,000 അല്ലെങ്കിൽ 60,000, 1 ലക്ഷം, ചിലപ്പോൾ 2 ലക്ഷം. ഹൈദരാബാദിലൊക്കെ ആണെങ്കിൽ 10 ലക്ഷമൊക്കെ ചിലപ്പം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം ആരാണ് കൂടുതൽ തുക വിളിച്ചത് അവർക്ക് ഈ ലഡു കിട്ടും. അപ്പോൾ ലഡു കിട്ടുന്നത് വളരെ അനുഗ്രഹമാണ്. അതിനുശേഷമാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഇത് വേറൊരു ഗണേശനെ കൊണ്ടുപോകുന്നതാണ്. ഗണേശനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് ഒത്തിരി പാട്ട് DJ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചാണ് ഇവർ പോകുന്നത്. കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ പെൺകുട്ടികൾ വേറെ ഗ്രൂപ്പ്, ആൺകുട്ടികൾ, അങ്ങനെ എല്ലാവരും ഡാൻസ് കളിച്ചാണ് ആനയിക്കുന്നത്. ഇത് ശരിയ ഫെസ്റ്റിവൽ പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഉത്സവങ്ങൾ പോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഡാൻസ് അവർ തന്നെ അറേഞ്ച് ചെയ്യും. മുമ്പിൽ പോയ ഗണേശൻ്റെ ഡാൻസുകാരാണ്. അപ്പം പ്രത്യേക ബാൻഡ് സെറ്റും പാങ്കൂത്തും അങ്ങനത്തെ ചില വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഡാൻസ് കളിക്കുന്നത്. ഇത് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയൊക്കെയാണ് ഇതിൻ്റെ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ കൂടെ ഒത്തുചേർന്ന് അവർ ഡാൻസ് കളിച്ച് പല പരിപാടികളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പല പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അതിനുശേഷമാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ വെളുക്കുന്നോടും വരെ ഒക്കെ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. ആനയെ നിമജ്ജനം ഒത്തിരി സമയമെടുക്കും. അതായത് 500 മീറ്റർ മുമ്പോട്ട് മാറി അവിടെ നിർത്തി വീണ്ടും ഡാൻസ് കളിച്ച് പിന്നെ അടുത്ത ഗ്രൂപ്പ് ഡാൻസ് കളിച്ച് അങ്ങനെ ഒത്തിരി സ്ഥലത്ത് നടത്തിയാണ് ഇത് നദിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ, അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ വന്നിരുന്ന് പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. നല്ലപോലെ ശരിക്കും ഒരു പെരുന്നാളും അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ പോലെയാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ കൂടും. അപ്പോൾ അങ്ങനെ ഒരു കച്ചവടം നടത്തുന്ന പിള്ളേരെയൊക്കെ ആകർഷിക്കാനുള്ള കച്ചവടം നടത്തുന്ന ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് ഒരു കച്ചവടക്കാരനെയും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പറയുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. പോലീസുകാരൊക്കെ ഗതാഗതം നിയന്ത്രിക്കാനും അതുപോലെ ആൾത്തിരക്ക് ഒഴിവാക്കാനുള്ള സജഷൻസൊക്കെ ആയിട്ട് അവരും ഡ്യൂട്ടിയിലുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നത് ചെറിയ വർണ്ണക്കടലാസുകൾ ഇതുപോലെ ചെറിയൊരു എയർ വരുന്നൊരു ഗണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ പറത്ത് വിടുന്നതാണ്. നേരത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ വാരി എറിഞ്ഞിട്ട് തലയിൽ മുഖത്തൊക്കെ വീഴുന്നത് അതൊരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ മുഖത്തും കണ്ണിലൊക്കെ പോയി പിന്നെ ആൾക്കാരുടെ ഷേപ്പൊക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ പൗഡറൊന്നും വാരി എറിയുന്നില്ല. പക്ഷേ ഇവിടെ നല്ല ശരിക്കും എലബറേറ്റാണ്. ഇതിപ്പം ദാണ്ടിയ ഡാൻസൊക്കെ പോലെ തന്നെ കോലുകൾ കൊണ്ട് അവർ ഡാൻസ് കളിക്കുന്നു. റൗണ്ട് ചേർന്ന് പ്രത്യേക സ്റ്റെപ്പുകളൊക്കെയാണ്. ഇതിനധികം വേറെ പ്രത്യേക കൂടുതലായിട്ടുള്ള സ്ട്രെയിനൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ
ഡാൻസ് കളിക്കും. എത്ര പാട്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന DJ വണ്ടി, ഒരു വാനാണ്. ആ വാനിനകത്ത് നിറച്ചും ബോക്സ്, നല്ല പവർ കൂടിയ ബോക്സ് നിറച്ച് ലൈറ്റും. ഈ വാനിൽ നിന്നാണ് പാട്ടുകൾ പുറത്തേക്ക് വിടുന്നത്, ലൈറ്റും എല്ലാം നടക്കുന്നത്. അതുപോലെ ഈ DJ പാർട്ടി നടത്തുന്ന DJ ബോക്സ് സൗണ്ട് സിസ്റ്റം ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. പ്രോഗ്രാം നടത്തുന്ന അവർ നല്ല ലൈറ്റ് സിസ്റ്റവും, അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഈ മ്യൂസിക്കെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഏത് പാട്ട് വേണം അതിനനുസരിച്ച് പാട്ടിട്ട് കൊടുക്കുന്നത്, അതിനനുസരിച്ച് അവർ ഡാൻസ് വെക്കുന്നു, സ്റ്റെപ്പ് വെക്കുന്നു. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സ്റ്റെപ്പുകളെല്ലാം ഇതിനായിട്ട് യോജിച്ച് പോകും. എല്ലാവരും ഒരേ രീതിയിലാണ്. അതിന് ഈ ഡാൻസ് കളിക്കുന്ന പ്രത്യേകിച്ച് മുൻ പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല. ഒരാൾ ലീഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എല്ലാവരും അത് ഫോളോ ചെയ്യും. വർണ്ണക്കടലാസുകളൊക്കെ പറന്ന് നടക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഇങ്ങനത്തെയൊക്കെ ഒരു ഫെസ്റ്റിവൽ നമുക്കും നാട്ടിലുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും എല്ലാവരുടെയും സഹകരണം അമ്പലത്തിൻ്റെ, അതായത് ശരിക്കും അമ്പലത്തിൻ്റെ ഏതൊരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നും ആയിട്ടല്ല, പ്രത്യേകമായിട്ടും അവരവരെ ഏരിയകളിൽ നിന്ന് സ്വന്തമായിട്ട് അവർ നടത്തുന്ന പ്രോഗ്രാംസാണ്. അതിനകത്ത് ഒത്തിരി ആൾക്കാർ വന്ന് പങ്കെടുക്കുന്നു. ശരിക്കും നല്ല വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ചയാണ് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരുപാട് ആൾക്കാർ, എല്ലാ ആൾക്കാരും ഗണേശനെ വളരെ ശരിക്കും അത് ഒരു ട്രാക്ടറിൻ്റെ ബോഡിയിലാണ് ഇത് ഗണേശനെ നടത്തിയേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഗണേശനെ കൊണ്ടുപോകാൻ വേണ്ടി മറ്റു വാഹനങ്ങളൊന്നും അവർ ഉപയോഗിക്കാറില്ല. ട്രാക്ടറാണ്. ട്രാക്ടർ വളരെ ഇവിടെ എല്ലാ കാര്യത്തിനും കൃഷിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടറാണ്. നമ്മൾ ശബരിമലയിലൊക്കെ ട്രാക്ടർ ഉപയോഗിക്കുന്നത് അതിനും ട്രാക്ടർ മാത്രമേ അവർ തിരഞ്ഞെടുക്കാറുള്ളൂ. ഒത്തിരി സമയം ഇത് നടക്കുന്നതിനാൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വാട്ടം കറങ്ങി ചെറിയൊരു മണ്ണ് വഴി കൂടെ ഒന്ന് മാറി. ഭയങ്കര സൗണ്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി അപ്പുറം ഈ വഴി ഷോയുടെ അപ്പുറത്ത്, അതായത് ഇങ്ങോട്ട് വണ്ടി തിരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ ബ്ലോക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് വേറൊരു സൈഡിൽ കൂടെ ഒരു വഴിയെ കൂടെ കയറി ഞാൻ അതിന് വേറെ മുമ്പോട്ട് ചെന്നിട്ട് വേറെ കുറേ ഗണേശനെ കാണാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ ഗ്രൂപ്പ്, ഇതിൽ തന്നെ ഒരു 10-60 പേരുള്ളതുകൊണ്ട് അവരും ഗണേശന് മുമ്പിൽ ഡാൻസ് കളിക്കുകയാണ്. വളരെ നാച്ചുറലായിട്ടാണ്, വാഴയൊക്കെ വെച്ചാണ് അവർ ഗണേശനെ കൊണ്ടുപോകുന്നത്. ഇവരെന്തായാലും കുറച്ച് ഇവിടെ ഹാൾട്ട് ചെയ്തിട്ട് അവർ 1 മണിക്കൂറൊക്കെ ഡാൻസ് കളിക്കും. അതിനുശേഷം പിന്നെ ഒരു 500 മീറ്റർ ഒക്കെ മാറിയിട്ട് വീണ്ടും അവിടെ നടത്തി ഡാൻസ് കളിക്കും. ഓക്കെ, അപ്പോൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്. വഴിയെ പോകുന്നവരൊക്കെ ഡാൻസിനകത്ത് ചിലപ്പോൾ നമുക്കും വേണമെങ്കിൽ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. എങ്കിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കൾച്ചറാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ ആ കളിച്ചെന്ന് പറഞ്ഞാലും അവർക്കും കണ്ടിന്യൂസ് ആയിട്ട് അവർ ഡാൻസ് കളിക്കും. 12 മണി, 1 മണി, 2 മണി, 3 മണിയൊക്കെ എന്നെങ്കിലും അവർ സ്കൂളിൽ പിറ്റേ ദിവസം പ്രസൻ്റ് ആയിരിക്കും. ഈ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ ഈ നദിയിലാണ് വെള്ളം അധികമില്ല, മഴ കുറവായാലും വെള്ളം അധികമില്ല. ഈ നദിയിലാണ് ഇവർ കൊണ്ട് നിമജ്ജനം ചെയ്യുന്നത്. അതിനുവേണ്ടി മുനിസിപ്പാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്ത് അതിന് പ്രത്യേക അറേഞ്ച്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ട ലൈറ്റും കാര്യങ്ങളുമൊക്കെ അവർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ കൊണ്ട് ഗണേശനൊക്കെ നിർമ്മിച്ചേക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് അവർ ഉപേക്ഷിക്കുന്നില്ല. ഇത് ഒത്തിരി ഗണേശൻ വരുമ്പോൾ അവർ ടെൻഡർ കൊടുത്തേക്കാണ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി. സോ ഇത് വേറൊരു ഗണേശനാണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, വലിയ ഗണേശൻ. കുട്ടികളും എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഈ 2 ഗണേശൻ, ഇതിൻ്റെ പുറയിലും വേറെ ഗണേശനുണ്ട്. അപ്പോൾ 2 പേരും കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടെ ഈ ഗണേശനെ മുമ്പോട്ട് മാറ്റി നിർത്തി ഡാൻസ് കളിക്കാനാണ്. ഇപ്പോൾ 2 ഗണേശൻ്റെ ആൾക്കാരെയും കൂടെ മിക്സ് ആയിപ്പോയി. ഓക്കെ, അതുകൊണ്ട് ഈ ഗണേശൻ കുറച്ച് മുമ്പോട്ട് എടുക്കുകയാണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഗണേശനാണ്. സോ ഒരു ഗണേശനെ മുമ്പോട്ട് കയറ്റി വിടുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അതിനോട് ചേർന്ന ആളുകളും അങ്ങോട്ട് പോകുന്നത്. ഇവരെല്ലാം പ്രത്യേകം ഒരേ ഡ്രസ് കോഡുണ്ട് കേട്ടോ. ഓരോ ഗണേശൻ്റെ ഫോളോവേഴ്സും ഓരോരോ ഡ്രസ് കോഡ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെയും അവർക്കെല്ലാം ഒരു ഡ്രസ് കോഡാണ്. എല്ലാവരും ഇതിൻ്റെ കൂടത്തിൽ നടക്കുന്നവർക്കെല്ലാം ഓരോരോ ഡ്രസ് കോഡ്. അപ്പം ഡിഫറെൻറ്റ് ഡ്രസ് കോഡുകൾ ഓരോരോ ഗ്രൂപ്പിനും ഉണ്ട്. ഇവിടെയും ട്രാക്ടറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഇത്. ഒത്തിരി നേരം നിൽക്കും. നമുക്ക്
ഒന്നോ രണ്ടോ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയി ഡാൻസ് കളിക്കാനൊന്നും അവർക്കൊരു കുഴപ്പമില്ല. ശരിക്കും ഇവരുടെ മുമ്പോട്ടുള്ള ലൈഫിൽ നല്ല നല്ല അവർ ലൈഫിന് വേണ്ടി യാതൊരു അനർത്ഥങ്ങളും വരാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഈ വിനായകനെ കൊണ്ട് നദിയിൽ ഒഴുക്കുന്നത്. ഓക്കെ, ലൈഫിൽ യാതൊരു പ്രതിസന്ധികളില്ലാതെ മുമ്പോട്ട് പോകാനൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ തീർച്ചയായിട്ടും ഒരു ദിവസം ത്രൂ ഔട്ട് ദ ഡേ അവർ മാറ്റി വെക്കുന്നുണ്ട്. രാവിലെ തുടങ്ങിയ പൂജകളൊക്കെയാണ്, പിന്നെ വൈകുന്നേരങ്ങളിലാണ് ഗണേശനെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വീണ്ടും ആ നദിയിലൂടെ ഞാനൊന്ന് വന്നു. തൊട്ടടുത്തേക്ക് ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഗണേശനെ കാത്താണ് ഇരിക്കുന്നത്. ഓരോരോ ഗണേശനായിട്ട് എല്ലാം ഒരുമിച്ചല്ല വരുന്നത്, ഓരോരോ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ വൈകിട്ട് തുടങ്ങിയാൽ വെളുക്കുന്നോടം വരെ ഇങ്ങനെ നേരം വെളുക്കുന്നോടെ നെക്സ്റ്റ് അങ്ങനെ ഗണേശനെ ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറേ കുട്ടികൾ കുഞ്ഞ് ഗണേശനായിട്ട് പോകുന്നുണ്ട്. അവരും ഗണേശനെ പ്രതിഷ്ഠിച്ചിട്ട് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അവർ കൊണ്ടൊഴുക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. സോ ആ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ തൊട്ടടുത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു. അവർ ചെറിയ ഗണേശനെയാണ് ഒഴുക്കാൻ പോകുന്നത്. അവരുടെ കൂട്ടത്തിൽ വേറെ ആളുകൾ അധികമൊന്നുമില്ല. ഈ കുഞ്ഞു പിള്ളേർ 1, 2, 3, 5-6 പിള്ളേർ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു കൗതുകം പോലെ തോന്നിയതുകൊണ്ട് ഞാനത് അവരുടെ തൊട്ടടുത്തേക്ക് ചെന്നു. അവർ വളരെ ഭക്തിയോടുകൂടി തന്നെയാണ്. അവർക്കും ചെറിയ ഡ്രസ് കോഡൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാഴ്ചകൾ വളരെ വ്യക്തമല്ലാത്തതിനാൽ സൂം ചെയ്തിട്ടും കിട്ടുന്നില്ല. അത് പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ അടുത്തേക്ക് ചെന്നു. അന്നേരം കാണുവാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പേരൻറ്റും കൂടെ അവരുടെ കൂടെയുണ്ട്. അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടി. സോ ഓടി ചെന്നപ്പോൾ അവർ ഗണേശനെ വെള്ളത്തിലേക്ക് നദിയിലോട്ട് ഒഴുക്കി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ കുട്ടികളാണെങ്കിൽ പോലും അവരും വളരെ താല്പര്യമുണ്ട് ഈ ഫെസ്റ്റിവലൊക്കെ നടത്താനും ഇതിനകത്തൊക്കെ പങ്കുചേരുവാനും ഒക്കെ. ഓക്കെ, എന്തായാലും അവർ വെള്ളത്തിലോട്ട് പ്രാർത്ഥനകളൊക്കെ നടത്തി നേരെ വെള്ളത്തിലോട്ട് ഗണേശനെ ഇറക്കി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് ആ ഒരു പ്രത്യേക തലയിലൊക്കെ കെട്ടൊക്കെ ഉണ്ട്. ആ ഒരു ഗണേശനെ ഒഴുക്കുന്ന കാഴ്ചയാണ്. ഓക്കെ, എന്തായാലും വളരെ കെയർഫുള്ളായിട്ടാണ് കുട്ടികളാണെങ്കിൽ പോലും അവരെ വിശ്വാസങ്ങൾ പരിപാലിച്ചു പോരുന്നത്. ഓക്കെ, പിന്നെ കണ്ടോ, അവർ നല്ല കുട്ടികൾ തന്നെയാണ് ഇത് ചെയ്തത്. ഇനിയിപ്പം അതിനുശേഷം ഒരുപാട് മുമ്പോട്ടുള്ള ഗണേശന്മാർ ഉടനെ വരും. പക്ഷേ എന്നാലും പെട്ടെന്ന് വരികയല്ല, കുറച്ച് താമസം എടുക്കും. അതിനുശേഷം ഗണേശ നിമജ്ജനം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരിച്ച് നടന്നു പോകുന്ന കാഴ്ചയാണ്. മണലാണ് ശരിക്കും, മണൽ പരപ്പുകൾ. സോ ഇപ്പം ഗണേശന് ബാക്കിയുള്ള ഫോട്ടോകളൊന്നും എനിക്കെടുക്കാൻ പറ്റില്ല. സമയം ഇപ്പം തന്നെ 12 മണിയായി. അതുകൊണ്ട് എനിക്ക് ബാക്കി എടുക്കാൻ പറ്റില്ല. കണ്ടവർക്കെല്ലാവർക്കും നന്ദി.